സക്കാത്ത് വിതരണം ചെയ്യുന്നത് സ്വന്തമായി ചെയ്യലാണ് അഫ്ളൽ. ഏത് സക്കാത്താണെങ്കിലും അത് ഇസ്ലാമിക രാജ്യത്ത് ഗവൺമെന്റിന് കൊടുക്കുന്നതിലൊക്കെ പരിധിയും പരിമിതിയും ഉണ്ട്. സർക്കാർ ചോദിച്ചാൽ ചില സമ്പത്ത് കൊടുക്കേണ്ടതുണ്ടാവും, പക്ഷെ സ്വന്തം കൊടുക്കലാണ് നല്ലത്. ഇരിക്കട്ടെ, സക്കാത്തിന്റെ അവകാശികൾ ഇപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഖുർആൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഈ വിഷയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകിനി വൽ ആമിലീന അലൈഹാ അൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫി റിഖാബി വൽ ഖാരിമീൻ വഫി സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന് 8 വിഭാഗത്തിനെ കൃത്യമായി നിർവചിച്ച ഒരു വിഷയം സക്കാത്തിനെ സംബന്ധിച്ചാണ്. എന്നിട്ടും ആളുകൾക്ക് അതിൽ കൺഫ്യൂഷൻ വരാൻ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. എന്താണ് ഈ കൺഫ്യൂഷൻ വരാൻ കാരണം? ഒന്ന് എണ്ണിയത് ഫഖീർ, ഒരു ഗതിവിഗതി ഇല്ല, യോജിച്ച ജോലി ഇല്ല. മസാക്കീന് കുറച്ചുമാണ് വെച്ചുണ്ട്, പക്ഷെ ആവശ്യങ്ങൾ തയ്യില്ല. ആമിലീൻ അലൈഹ എന്ന് പറഞ്ഞ സക്കാത്തിന്റെ ജോലിക്കാര്. മുഅല്ലഫത്ത് ഖുലൂബ് പറഞ്ഞാൽ ആരാണ്? പൊതുവിശ്വാസികള്, അടിമകള്, എന്ന മാതിരി കടം കൊണ്ട് വരഞ്ഞവര്, അള്ളാഹുവിന്റെ മാത യുദ്ധം ചെയ്യുന്ന ഒരു യാത്രക്കാർ 8ആണ്. ഈ 8-ല് 3 വിഭാഗം നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിലൊന്നും ഇല്ല. യോദ്ധാക്കളില്ല, അടിമകളില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെ ആമിലീങ്ങൾ, സക്കാത്തിന്റെ ജോലിക്കാരില്ല. ഈ സക്കാത്തിന്റെ ജോലിക്കാരുടെ പേരിൽ തട്ടിപ്പ് നടക്കേണ്ടത്. ജോലിക്കാരെന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ കമ്മിറ്റി കൂടിയിട്ട് ബിദഈ പ്രസ്ഥാനക്കാർ, ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകൾ ഇറങ്ങിയിട്ട് ആളുകളുടെ സക്കാത്തിന്റെ ഫണ്ട് തട്ടിയിട്ട് പാർട്ടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണത്. പല കാരണങ്ങളാണ്. ഒന്ന്, സക്കാത്തിന്റെ ആമിൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഫുഖഹാ നിർവചിക്കുന്നുണ്ട്. മൻ യബ്അസുൽ ഇമാമു, ഇസ്ലാമിക രാജ്യത്തെ ഇമാമ് നിശ്ചയിക്കുന്ന ആള്, പറഞ്ഞേക്കുന്ന ആള്. വേറെ കിതാബിലുള്ളത്, ഗ്രന്ഥങ്ങളിലുള്ളത് മൻ നസബഹുൽ ഇമാമു അലി സക്കാത്ത്, സക്കാത്തിന്റെ അവകാശികളെ ഒരുമിച്ച് കൂട്ടാനും വിതരണം ചെയ്യാനും മുതലാളിമാരെ കണ്ടെത്താനും അവരോട് കാര്യം പറയാനും ഇതിനൊക്കെയുള്ള ഇമാമ് നിശ്ചയിക്കുക. ഇസ്ലാമിക് പീനൽ കോഡൊക്കെ നിലവിലുള്ള നാട്ടിലാണ് ആ ഇമാം ഉണ്ടാവുക. ആ ഇമാമ് നിശ്ചയിക്കുന്ന ആളുകൾക്കാണ് ആമിൽ അറിയാം. നമ്മളവിടെ തൽക്കാലം യോഗം കൂടിക്കാണ്ട് ആ ഇജ് സെക്രട്ടറി, യോഗം ഖജാൻജി, പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുക്കൂട്ട് ഒരു കമ്മിറ്റിയാണ് ഇന്ന് ആമിലി എന്ന് പറഞ്ഞ് ഈ പണം തട്ടിപ്പ് നടത്തുന്നത്. ശരിയല്ല. മതേതര രാജ്യത്ത് ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യൽ പോലും ഇസ്ലാം പുറത്തു പോകണ ശിർക്കാണെന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാരും മറ്റു പുത്തൻ പ്രസ്ഥാനക്കാരുമാണ് ഇപ്പൊ എന്ത് ചെയ്യണത്? പിന്നെ സക്കാത്തിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുന്നത് വലിയൊരു മോശമാണത്. നിയമം കയ്യിലെടുക്കലാണ്. ഞാൻ വിശ്വാസികളുടെ സക്കാത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്, വേറെ ഒന്നിനല്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഒരാളെ ഏൽപ്പിക്കുമ്പോ ആ ഏൽപ്പിക്കുന്ന വ്യക്തി നിർണയമായിരിക്കണം. കമ്മിറ്റി ഒരിക്കലും നിർണയമല്ല. അതുകൊണ്ട് കമ്മിറ്റിക്ക് കൊടുത്താൽ സക്കാത്ത് വിടൂല, കമ്മിറ്റി ആമിലിന്റെ പരിധിയിൽ വരൂല. ഇതെല്ലാവരും മനസ്സിലാക്കണം. 2 ആളെ ചൂണ്ടിയിട്ട് നിങ്ങൾ ഒരാളെ ഏൽപ്പിച്ചു പറഞ്ഞാൽ പോലും വക്കാലത്ത് ശരിയാവില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് ആളുകളുള്ള കമ്മിറ്റിക്കാർ ഒന്നായിട്ട് കൂടിയിട്ട് ഞങ്ങളെ വക്കീലത്താക്കി ഏൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ സക്കാത്ത് വിടുക, അതൊക്കെ വിടൂല. അത് ഫിഖഹിന്റെ നിരീക്ഷണത്തിന് വിരുദ്ധമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇന്ത്യൻ സാഹചര്യത്തിലുള്ള മറ്റ് 5 വിഭാഗം ആളുകളെ ഉള്ളൂ. ഫക്കീർ, മിസ്കീന്, അതുപോലെ പൊതുവിശ്വാസി, അതുപോലെ കടം കൊണ്ട് കുടുങ്ങിയവൻ, യാത്രക്കാരന് തുടങ്ങിയതായിരിക്കുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുക. അവർ മഹല്ലില്, അവൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി കണ്ടുപിടിച്ച് അവർക്ക് കഴിവതും എല്ലാവർക്കും എത്തിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. അതാണ് അതിന്റെ വഴി. സക്കാത്തിന്റെ ജോലിക്കാർ എന്ന് പറഞ്ഞത് താൽക്കാലികമായി കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കുന്നത് പൊതുജനം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്.